താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുമെന്നും പാലക്കാട് അതിശക്തിയായ രീതിയിലുള്ള ഒരു മത്സരം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയസാധ്യത 3ാം സ്ഥാനത്താണ് നിലവിൽ ഉള്ളത്. അവിടെ വിജയസാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തവണ പാലക്കാട് വിജയിക്കും. ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. 1 ഇഞ്ച് പോലും പുറകോട്ടില്ല. സോമനങ്ങളുടെ ഈ കോൺഫിഡൻസ് കാണുമ്പോഴാണ് എനിക്കൊരാശ്വാസം. അത് മോൾക്ക് അവന്റെ കോൺഫിഡൻസിനെ പറ്റി അറിയാനിട്ടാ. മുമ്പ് തോറ്റ എല്ലാ ഇലക്ഷനും ഇതേ കോൺഫിഡൻസ് ആയിരുന്നു. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ടൊക്കെ പറഞ്ഞാൽ എന്താ, ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല രീതിയിൽ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങളെല്ലാം റിസൾട്ട് വരുന്നതോടുകൂടി മനസ്സിലാവും. മനസ്സിലായില്ലേ? മനസ്സിലായി. ചേലക്കരയിൽ UDF വിജയിക്കാൻ പോകുന്നത് എത്ര ഭൂരിപക്ഷത്തിലായിരിക്കും എന്നുള്ളത് News 18 പ്രേക്ഷകർ കൂടി അറിയാൻ ആഗ്രഹമുണ്ടാവും. News 18 അതുകൂടി പ്രഖ്യാപിക്കണം എന്നൊരു ചലഞ്ച് മുന്നോട്ട് വെക്കുകയാണ്. ചോദിച്ചു മേടിച്ചതാ സാറേ. ചേലക്കര നിശ്ചയമായും CPM-നെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ വിജയമാണ്. വോട്ടുകളും മൊത്തത്തിലുണ്ടായ ഒരു സഹതാപ തരംഗവുമാണ് തോമസിനെ ഈ വിജയത്തിലേക്ക് എത്തിച്ചത്. പിന്നെ പരാജയപ്പെടുന്ന വേദന അതെന്റെ മക്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആവശ്യത്തിനുള്ളത് പോലും പറഞ്ഞില്ലല്ലോ. നീ ഒരു 2 ദിവസത്തേക്ക് പുറത്തിറങ്ങണ്ട. എനിക്കിവിടെ 1-2 സ്വീകരണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് സൗകര്യം പോലെ ഞാൻ നിന്നെ വന്ന് കാണാം. ഇവിടെ പ്രശ്നം പാലക്കാട്. ഈ കേരളത്തിലാകെ ഉണ്ടായ മാറ്റത്തിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ പാലക്കാടിനും കഴിയണ്ടേ എന്ന ചിന്ത പാലക്കാടിലെ മഹാഭൂരിഭാഗം ആളുകളിലും വന്നിരിക്കുന്നു. 4 ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? വെറുതെ തള്ളിയിട്ട് പോയി. സലിൻ ചേരുന്നുണ്ട്. LDF സ്ഥാനാർത്ഥി പാലക്കാട് LDF സ്ഥാനാർത്ഥി ഡോക്ടർ P. സലിൻ ചേരുന്നുണ്ട്. പാലക്കാടൻ ജനതയാണ് താരമെന്ന് നാളെ 11 മണിയാവുമ്പോഴേക്കും കേരളം വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമുണ്ടാകും. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂട. ആ ദൗത്യമാണ് ഡോക്ടർ സരിൻ ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. ആ ഏറ്റെടുത്ത സരിനെയാണ് ജനങ്ങളും വോട്ടർമാരും പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ളത്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊരു വലിയ കുതിപ്പാണ്. അത്തരം 8000 വോട്ട് മതി ഉണ്ണിയേട്ട. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ ഞങ്ങൾ 3ാം സ്ഥാനത്തായിരുന്നു. പക്ഷേ 2019 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിച്ചു. പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 ഞങ്ങൾ 3ാം സ്ഥാനത്തായിരുന്നു. വട്ടിയൂർക്കാവ് MLA MP ആയതിന്റെ ഭാഗമായി ഉപതെരഞ്ഞെടുപ്പ് നടന്നതുപോലെ തന്നെ പാലക്കാട് MLA MP ആയതിന്റെ ഭാഗമായി നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിന്റെ വേർഷൻ 2 ആയി പാലക്കാട് മാറും. ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം എന്നുള്ള രീതിയിലുള്ള അവതരണം ഗുണം ചെയ്തു. അടങ്ങടേക്ക നീ കുറെ ലോകം കണ്ടിട്ടുണ്ടാവും, പക്ഷേ അടുത്ത് നിന്ന് കാണണ്ടോ നീ കണ്ടിട്ടില്ല. 77,000 വോട്ടുകളിലെ 75,000 വോട്ടുകളിൽ 28,000 വോട്ട് വരെ BJPക്ക് കിട്ടാം. 24,000-ൽ കുറയാത്ത വോട്ട് LDF-ഉം നേടും. 22 ഏറിയാൽ 23,000 വോട്ടിൽ കോൺഗ്രസ് പിന്നിലാകും. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഈ റൗണ്ടുകൾ എണ്ണിത്തീരുമ്പോ മിനിമം 4,000 മുതൽ 6,000 വരെ വോട്ടുകൾക്ക് ഇടതുപക്ഷം വിജയിച്ചതായി പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിന് കേരളത്തിനെ സജ്ജമാക്കുകയാണ് പാലക്കാട്. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് എന്റെ കിളി പോയി സാറേ. ഇത് ഒരു അട്ടിമറി വിജയം, ഒരു ചരിത്ര സംഭവം ഇവിടെ ഉണ്ടാകാൻ പോവുകയാണ്. പ്രതീക്ഷിക്കാത്ത ഭൂരിപക്ഷത്തിനായിരിക്കും ഡോക്ടർ സരിൻ ഇവിടെ നിന്ന് ജയിക്കുന്നത്. പാലക്കാടിന്റെ MLA-യുടെ ഓഫീസിൽ ഞാൻ 23-ാം തീയതി റിസൾട്ട് അറിഞ്ഞാൽ പോകും. DCC ഓഫീസിൽ ഞാൻ പോകും. ലീഗിന്റെ ഓഫീസിൽ ഞാൻ പോകും. UDF-ന്റേതായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ മിക്കവാറും അത് പൊളിച്ച് കളയാനാണ് സാധ്യത. ഈ മാനങ്കര മണ്ഡലത്തിൽ ചില RDP കോമാളികൾ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. സുഹൃത്തുക്കളെ, ഞാൻ അവരെ ക്ഷണിക്കുകയാണ്. നാണവും മാനവും ഉളുപ്പും അല്പമെങ്കിലും തീണ്ടിയിട്ടുണ്ടെങ്കിൽ, വാക്കിന് വിലയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂ സാറേ. ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ അങ്ങനെയൊക്കെ. പക്ഷെ ഒരു കാര്യം, ഞങ്ങൾ ജയിക്കും.
ഇവിടെ ഒരു LDF-ഉം UDF-ഉം തമ്മിലാണ് നേർക്കുനേർ മത്സരം. പക്ഷെ BJPയും സ്വാഭാവികമായുണ്ട്. ഞങ്ങൾ തോൽപ്പിക്കാൻ പോകുന്നത് BJPയെയും UDF-നെയുമാണ്. ഞങ്ങൾ ഇക്കാര്യത്തിൽ ജയിക്കുമെന്ന് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. വട്ടിയൂർക്കാവ് ഇതുപോലെയായിരുന്നു. ഞങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്തുന്നവരാണ്. ഞങ്ങൾ പോകുമ്പോൾ ആത്മവിശ്വാസം ഇല്ലാതെയാണ് പോയത്. അന്നും കാൻഡിഡേറ്റ് ആണ് കളം മാറ്റിയത്. പ്രശാന്ത് വന്നു, ഇവിടെ സരിൻ വന്നു. അവിടെ മേയർ ബ്രോ ആണ് MLA ബ്രോ ആയത്. ഇവിടെ കോൺഗ്രസ് ബ്രോ ആണ്. അല്ല, ഇവിടെ ഡോക്ടർ ബ്രോയാണ്. ഇവിടെ ഡോക്ടർ ബ്രോയാണ്. ഒരു കാര്യം ഉറപ്പല്ലേ, കോൺഗ്രസിൽ നിന്ന് വന്ന ആളാകട്ടെ ഏതിൽ വന്ന ആളാകട്ടെ അദ്ദേഹം കഴിവുള്ളയാളല്ലേ. ഇല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയേക്കാൾ വലിയ മീഡിയ അറ്റൻഷൻ സരിന് പാലക്കാട്ടേക്ക് കൊണ്ടുവരാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ സരിൻ എന്ന് പറയുന്ന കാൻഡിഡേറ്റിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാകാൻ പോകുന്നത്, അല്ലെ? ഒരുപാട് പേർ കൂടുതൽ വന്നാൽ ഈ പറയുന്ന വോട്ടിന്റെ എണ്ണവും കൂടുകയായിരിക്കും. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര കാരണം ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ വരുന്നത് 55-ാം ബൂത്തിന് ശേഷമാണ്. അപ്പൊ 6ാമത്തെ റൗണ്ടിലാണ്. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. എന്നാൽ ഇക്കുറി കൃഷ്ണകുമാറിന് സംഭവിച്ചിരിക്കുന്നത് സാറിന്റെ സ്വന്തം സ്ഥലം എന്ന് പറയുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത ഇലക്ഷനിലെ ജോ ജോസഫ് മത്സരിച്ചപ്പോ റഹീമൊക്കെ എത്ര ആവേശത്തോടെ ആ മുദ്രാവാക്യം വിളിച്ച് താങ്കൾ ഓർമ്മയുണ്ടോ? ആ വിഷ്വൽസ് ഒക്കെ ജോറാണേ ജോറാണേ ജോ ജോസഫ് ജോറാണേ. എങ്ങോട്ട് പോയി ആ ജോറൊക്കെ? ഇപ്പൊ പാലക്കാട് നമ്മൾ വീണ്ടും വിളിക്കും. എന്താണ്? ജോറാണേ ജോറാണേ സരിൻ ജോറാണേന്ന്. പക്ഷെ 23-ാം തീയതി വോട്ടെണ്ണുമ്പോ 8 നിലയിൽ പൊട്ടും. തെരഞ്ഞെടുപ്പിൽ എന്തായാലും ജയിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പല വെല്ലുവിളികളും നടത്തിയതാ. ആകെ അബദ്ധമായി. 23-ാം തീയതി റിസൾട്ട് സംഭവിക്കുമ്പോ ബഹുദൂരം പിന്നിലാകും കോൺഗ്രസ്. ബഹുദൂരം പിന്നിലാകാൻ വേണ്ടി മാത്രം മത്സരിച്ചവരാണ് അവർ. ഇനി ആരും സൂത്രം കാണിച്ചാ. പാലക്കാട് വളരെ ആധികാരികമായി വളരെ സമഗ്രമായി വിജയിക്കുന്നു. 17,907 വോട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ. നേരം വിളിക്കുമ്പോ ഈ നാട്ടുകാർക്ക് എല്ലാം അൽഷിമേഴ്സ് വന്നിട്ട് എല്ലാം മറന്നു വരുന്നത്. ജനങ്ങളാണല്ലോ നമ്മളെ വിജയിപ്പിക്കുന്നതും വിജയത്തിനോട് അടുപ്പിച്ച് നിർത്തുന്നതും. എന്തായാലും പരാജയം എന്നൊന്നില്ല എന്നാണ് സെക്രട്ടറിയും ഞാനും സംസാരിച്ചപ്പോഴും. ജയിച്ചു കഴിഞ്ഞു എന്നുള്ളത് ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു വസ്തുതയാണ്. സ്ഥാനാർത്ഥിയാവാൻ തോന്നിയവന്റെ ഒക്കെ 7:30 ശനിയുടെ ആരംഭമാണെന്ന് കരുതിയാ മതി. മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ കഴിഞ്ഞ തവണ UDF-ഉമായിട്ടുണ്ടായിരുന്ന ഡിഫറൻസിനേക്കാൾ ഒരിരട്ടി അധികം ഡിഫറൻസ് തവണ ഉണ്ട്. അത്രക്ക് ഉറപ്പുണ്ടോ നമ്മൾ ജയിക്കുന്നു? പക്ഷെ ജനത്തിന് ഇപ്പൊ തിരിച്ചറിവ് വന്നു തുടങ്ങി. എന്നെ ചരിത്രത്തിലാദ്യമായി ഈ പറഞ്ഞ മുനിസിപ്പാലിറ്റി മേഖലയിൽ 4000 വോട്ട് ഭൂരിപക്ഷം നേടുന്നു കോൺഗ്രസ്. ഓരോരുത്തന്മാര് കളിയാക്കുമ്പോ നമുക്ക് ചാടിച്ചാലോ ചെയ്യാം. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ. വണ്ടി കിട്ടോ. തൽക്കാലം ഇത്രയും മതി.